പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. 1998 കശ്മീർ താഴ്വരയെ നടുക്കിയ വംധാമ കൂട്ടക്കൊലക്കേസ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുനരാരംഭിച്ചുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. കശ്മീർ താഴ്വരയിൽ ഭീകരവാദം ശക്തമായിരുന്ന കാലത്തുണ്ടായിരുന്ന കശ്മീരി പണ്ഡിറ്റുകളെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളിലെ പഴയ കേസുകൾ വീണ്ടും അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ. 23 കശ്മീരി പണ്ഡിറ്റുകളാണ് അന്ന് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അന്വേഷണം നിലച്ച മട്ടായിരുന്നു. ഈ വിഷയമാണ് ഇപ്പോൾ പുനരന്വേഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. മനു ഭരത്, കശ്മീരി പണ്ഡിറ്റുകൾ, ഞാൻ മനസ്സിലാക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട്. അവർ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച്, ഈ ഭീകരാക്രമണത്തെക്കുറിച്ചൊക്കെ. അന്ന് കശ്മീർ എന്നത് ഭീകരപ്രവർത്തകരുടെ കേന്ദ്രമായിരുന്നു. ഇന്നിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നീതി ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാമോ? രഞ്ജിത്ത്, നമുക്കറിയാം ഈ 1990കളിലൊക്കെയാണ് അവിടെ നിന്ന് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ കശ്മീർ താഴ്വര വിട്ടുപോകണം എന്നൊരു പ്രഖ്യാപനം അവിടുത്തെ തീവ്രവാദ സംഘടനകൾ നടത്തുന്നത്. പോകാത്തവരെ വെടിവെച്ചു കൊല്ലും എന്ന പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെയാണ് ഈ കശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ ഉള്ള ഒരു കുടുംബത്തിലെ 23 പേർ അവർ ഈ ഭീഷണി വകവയ്ക്കാതെ അവിടെ കശ്മീർ താഴ്വരയിൽ തുടരുന്നു. അങ്ങനെയാണ് ഈ വന്ധാമ ഗ്രാമത്തിൽ രാത്രി, അതായത് ഒരു റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേനാൾ തലേ രാത്രിയാണ്, ജനുവരി 25 രാത്രി ആണ് 1998 ഈ കൂട്ടക്കുരുതി നടക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. 9 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടെയുള്ള 23 അംഗ കുടുംബത്തെയാണ് അന്ന് അതിക്രൂരമായി വകവരുത്തുകയും ഒക്കെ ചെയ്തത്. ഇതിനു പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയാണ്, അതുപോലെ JKLF ആണ്, ഹിസ്ബുൾ മുജാഹിദിനാണ് തുടങ്ങിയ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അവിടെ അബ്ദുൽ ഹമീദ് ഗാഡ എന്ന ഒരു തീവ്രവാദിക്ക് ഇതിൻ്റെ പിന്നിൽ കൈകളുണ്ട് എന്ന ഒരു പ്രഖ്യാപനം അന്ന് വന്നിരുന്നു. ഏതായാലും അതിനെ സംബന്ധിച്ചൊക്കെ അന്ന് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നിലൊക്കെ ഈ വിഷയം എത്തി. പക്ഷേ അങ്ങനെയൊക്കെ പരിശോധിച്ചിട്ടും അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് അന്നത്തെ ഒരു സാഹചര്യം. പിന്നീട് ഈ IK ഗുജ്റാൾ ഒക്കെ അന്ന് കശ്മീരിലെത്തുകയും അവിടുത്തെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഫറൂഖ് അബ്ദുള്ളയും അവിടുത്തെ ഗവർണർ KV കൃഷ്ണറാവുവും ഒക്കെ അതിൽ പങ്കുചേർന്നു എന്ന് ഒഴിച്ചാൽ ഈ അന്വേഷിച്ച് ഇതിനൊരു നീതി നടപ്പിലാക്കുക എന്ന ഒരു കാര്യം അന്ന് ഉണ്ടായില്ല. തുടർന്ന് ഇതിനെ സംബന്ധിച്ചൊരു പ്രത്യേക അന്വേഷണമൊക്കെ നടന്നെങ്കിലും അതിൽ യാതൊരു തെളിവും കണ്ടെത്തിയില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ കേസിൽ ചില ജയിലിൽ കഴിയുന്ന ചില ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ യാസിം മാലിക്കിനെ പോലുള്ള ചില തീവ്രവാദ നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല ഈ കാശ്മീർ താഴ്വരയിലേക്ക് അവിടുത്തെ പണ്ഡിറ്റുകളൊക്കെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അവിടുത്തെ പ്രത്യേക കാശ്മീർ നിയമമൊക്കെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പണ്ഡിറ്റുകൾക്കും മറ്റു മതസ്ഥർക്കുമൊക്കെ അങ്ങോട്ടേക്ക് അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു വലിയ ദൗത്യമാണ്. അതിൻ്റെ ഭാഗമായി കൂടി ഇവർക്കൊരു ആത്മവിശ്വാസം പകരുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം കേസുകൾ ഒക്കെ റീഓപ്പൺ ചെയ്യുന്നത്. ഈ വന്ധാമ മാസക്കർ മാത്രമല്ല, അവിടെ ഒരു തപ്ലു മർഡർ എന്ന മറ്റൊരു പ്രധാന സംഭവമുണ്ട്. ടിക്കാലാൽ തബ്ലു എന്നത് അവിടുത്തെ BJPയുടെ ഒരു നേതാവായിരുന്നു. ഇദ്ദേഹത്തെ വകവരുത്തിയിട്ടുണ്ട്. അത് 1989 അത് അവിടുത്തെ ആദ്യത്തെ ഈ ഒരു മതം നോക്കിയുള്ള ഒരു കൊലപാതകത്തിൻ്റെ ആദ്യ ഒരു ചരിത്രമാണ് അത് പറയാനുള്ളത്. ആ 59കാരനായ ടപ്ലു അന്ന് BJPയുടെ അവിടുത്തെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഇയാളെ വകവരുത്തിയ ഒരു സംഭവമുണ്ട്. അതുകൂടാതെ മറ്റു പലരുമുണ്ട്. ഈ സർല ഭട്ട് എന്ന ഒരു നഴ്സിനെ അവിടെ വകവരുത്തിയിട്ടുണ്ട്. അതുപോലെ എഴുത്തുകാരി സർവാനന്ദ കൗളിനെ വകവരുത്തിയിട്ടുണ്ട്. അങ്ങനെ നീലകണ്ഠ ഗഞ്ജു എന്ന ഒരു റിട്ടയർഡ് ജഡ്ജിനെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെയും അവിടെ ഈ 90കളുടെ തുടക്കത്തിലും അതിന് ശേഷവുമൊക്കെയായി ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർല ഭട്ടിൻ്റേത് 2005 അവിടെ അവർ തുറന്ന് ഈ കേസ് വീണ്ടും പുനരാരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതൊരു പുണ്യമാസം, റംസാൻ മാസത്തിലെ ഏറ്റവും പുണ്യമായ ഒരു ദിനത്തിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് അതിലെ ഏറ്റവും ക്രൂരമായ ഒരു സംഭവമായി അന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഒരു
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യ ദിനത്തിൽ കൂടിയാണ് അന്ന് ഈ ആചരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് അതിക്രൂരമായി ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ അന്വേഷിക്കുന്നു. ഈ സർലാ ഭട്ട് നേരത്തെ മനുബാർ സർലാ ഭട്ട് വധക്കേസ് SIA സമർപ്പിച്ച 737 പേജുള്ള കുറ്റപത്രമുണ്ട്. നിലവിൽ ജയിലിൽ കഴിയുന്ന JKLF തലവൻ യാസിൻ മാലിക്കാണ് പ്രധാന സൂത്രധാരൻ എന്നാണ് ആരോപിക്കുന്നത്. തെളിയാതെ പോയ പണ്ഡിറ്റുകൾക്കെതിരായ പഴയ കേസുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിലൂടെ നിലവിൽ ജീവിച്ചിരിപ്പുള്ള പ്രതികളെയും ഭീകരരുടെ കൂട്ടാളികളെയും തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധികൃതരുള്ളത്. ഇതിന്റെ ഭാഗമായാണ് അന്വേഷണം നടക്കുന്നത്. ഇതൊരു പുതിയ ചരിത്രമാണ് ഇതിന്റെ പുനരന്വേഷണം എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള എക്കണോമിക് D-Dayക്ക് തുടക്കമിട്ടതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ശക്തമായ ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചത്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന മൂന്നാം കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രധാനമായും ഇറാന്റെ ഓയിൽ വാങ്ങുന്ന കമ്പനികളെയൊക്കെ അമേരിക്ക ലക്ഷ്യമിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനുള്ള വിശദീകരണം ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കിയെന്ന് അമേരിക്ക പറയുന്നു. അത് ട്രംപിന്റെ നേതൃത്വത്തിലാണ്. ഒരു മൂന്നാം ഘട്ടമാണ് ഇത്. ഇപ്പോൾ ഇതിനുശേഷം യുദ്ധം നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് അവകാശവാദം. ഏതായാലും ഇത് എക്കണോമിക് D-Day എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മനു, ഇതൊരു പ്രധാനപ്പെട്ട നീക്കമാണല്ലോ. ഇതിനകം തന്നെ നിരവധി ഉപരോധങ്ങൾ ഇറാനെതിരെയുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഏജൻസികളും, ഇറാനെ സഹായിക്കുന്ന എല്ലാ ഏജൻസികളും, സാമ്പത്തിക സ്രോതസ്സുകളും, ഇറാന്റെ എണ്ണ വാങ്ങുന്ന കമ്പനികളും മറ്റും പ്രധാനമായും ലക്ഷ്യത്തിലാകുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതിസന്ധി അല്ല ഉണ്ടാക്കുക. രഞ്ജിത്ത്, ഇത് അമേരിക്ക ഇറാനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ആക്രമിച്ച ആ ദിനത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്. ആ എപ്പിക് ഫ്യൂറി ഇപ്പോൾ എക്കണോമിക് ഫ്യൂറി എന്ന നിരത്തിൽ മാറുകയാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നു. ആ ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂറിയാണിത്. ഈ US ട്രഷറി സെക്രട്ടറി ഫിനാൻഷ്യൽ ടൈംസിന് കൊടുത്ത ഒരു ഒപ്പീനിയൻ ആർട്ടിക്കിളിലാണ് ഇത് സംബന്ധിച്ച് ചില നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് അമേരിക്ക ഇനി ലക്ഷ്യമിടുന്നത്. ആയുധപരമായുള്ളൊരു ആക്രമണത്തിൽ നിന്ന് കുറച്ച് വഴുതി മാറി ഇനി സാമ്പത്തിക ആക്രമണം എന്ന ഒരു രീതിയാണ് അവലംബിക്കുന്നത് എന്ന് പറയുന്നു. ധനകാര്യ മേഖലകൾ, ബാങ്കുകൾ, അതുപോലെ സ്ഥാപനങ്ങൾ, ഈ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കമ്പനികൾ, ഇവരോടൊക്കെ ഇറാനിൽ നിന്ന് അകലം പാലിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അമേരിക്ക പ്രധാനമായി നൽകുന്നത്. അപ്പോൾ ഇറാനിയൻ പെട്രോൾ എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം. അത് ഇമ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഒന്ന് ചൈനയാണ്, മറ്റൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം രാജ്യങ്ങളോട് ഒക്കെ ഇറാനിൽ നിന്ന് മാറാനായുള്ള ഒരു ആവശ്യം ഉണ്ടാകും. ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇറാനിൽ നിന്ന് ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അവരുടെ കസ്റ്റംസ് ഡയറി അത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ലഭ്യമായ അറിവ് അനുസരിച്ച് ഇറാൻ്റെ എണ്ണ കൂടുതൽ ചൈന വാങ്ങിക്കുന്നു. ഇത് എന്തായാലും അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായാൽ ചൈനയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇവിടെ ഒരു ലക്ഷ്യം. ഈ ഒരു സമ്മർദ്ദം ചൈനയ്ക്ക് മുകളിൽ ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ പ്രഖ്യാപിക്കാതിരിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. ഏതായാലും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ് കുറേ കഴിയുമ്പോൾ മാധ്യമങ്ങളെ കാണും. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റി ആരായും എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു തുടക്കഫലം എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ നാണയം എക്കാലത്തെയും വലിയ ഒരു വീഴ്ച അതിന് സംഭവിച്ചിരിക്കുന്നു. മൂല്യത്തകർച്ചയിലേക്ക് അവിടുത്തെ റിയാലിൻ്റെ മൂല്യം അങ്ങേയറ്റത്തെ ഒരു തകർച്ചയിലേക്ക് വന്നിരിക്കുന്നു. അതൊരു ഹിസ്റ്റോറിക് ലോ, ചരിത്രപരമായ താഴ്ന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഡോളറിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ 2.2 മില്യൺ റിയാൽ പെർ US ഡോളർ എന്ന തരത്തിലേക്ക് അത് കുത്തി താഴേക്ക് വീണിരിക്കുന്നു എന്നതാണ് അതിലെ ഒരു സുപ്രധാനമായ കാര്യം. പക്ഷേ ഏതായാലും ഇറാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ സൈനികമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ വളരെ കൃത്യമായൊരു തെളിവാണ്. അമേരിക്ക തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി സാമ്പത്തിക ഉപരോധത്തിലേക്ക് നീങ്ങുന്നു. അതിനെയും അതേ ഗൗരവത്തോടു കൂടി നേരിടണം എന്ന നിലപാടാണ് IRCG ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുത്തുക, അമേരിക്കയെ അതുവഴി ഒരു സമ്മർദ്ദത്തിലാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ ഗതാഗതം നടക്കാതിരുന്നാൽ അവിടെ നിന്നൊക്കെയുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകും. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് മുകളിൽ ഒരു സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം ഇറാനുണ്ട്. ഈ ഊർജ്ജ സ്രോതസ്സുകൾ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഒരു
ഘട്ടമുണ്ടായാൽ അത് ദീർഘനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകരാജ്യങ്ങൾക്കാകില്ല. അതാണ് മനു ഭരത് നൽകുന്ന വിശദാംശങ്ങൾ. പക്ഷേ ഇറാന് ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണമല്ലോ മനു. ഇറാനെതിരെ സാമ്പത്തിക യുദ്ധം US തുടരുകയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. US പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സാമ്പത്തിക യുദ്ധം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിലൂടെയോ ഗൾഫിലെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യില്ല എന്നാണ് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി മേധാവി മൊഹസിൻ റസായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ജനങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്ന സാമ്പത്തിക യുദ്ധത്തിൽ പങ്കാളികളാകുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും പ്രവർത്തനത്തെ യുദ്ധമായി കണക്കാക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. അതിശക്തമായ സാമ്പത്തിക ഉപരോധത്തിലേക്ക് US നീങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ വെല്ലുവിളി. മനു, ഇതൊരു ചെറിയ വെല്ലുവിളി അല്ല. കാരണം കൃത്യമായ മറുപടി ഇറാൻ നൽകിയിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഇനി അത് തുടർന്നാൽ റിഫൈനറികളെ ആക്രമിച്ചാൽ, ഷിപ്പുകളെ ആക്രമിച്ചാൽ, സൗദി അടക്കമുള്ള സ്ഥലങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളെ ആക്രമിച്ചാൽ അത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ലോകക്രമത്തെ കൊണ്ടുപോകും, സംശയമില്ല. ഇനിയും ഒരുപാട് ആയുധങ്ങൾ ബാക്കിയുണ്ട് ഇറാന്. യെസ് രഞ്ജിത്ത്, അത് വളരെ കൃത്യമാണ്. ആ സൂചന തന്നെ ഇറാൻ നൽകുന്നു. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇസ്മയിൽ ബഗാഗി ഉപയോഗിച്ചൊരു വാക്ക് ആക്ട് ഓഫ് വാർ എന്നാണ്. അത് ഇറാന് എതിരെയുള്ള അമേരിക്കയുടെ ഈ സാമ്പത്തിക ഉപരോധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയാണെങ്കിൽ അവർ ഇറാന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചതായാണ് കണക്കാക്കുക. ആ നിലയ്ക്കായിരിക്കും അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുക എന്ന് പറയുന്നു. അതുപോലെ ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം അല്ലെങ്കിൽ ചരക്കു നീക്കം വളരെ കർശനമായി നിയന്ത്രിക്കപ്പെടും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. അതുവഴി ഇറാൻ്റെ അനുമതിയില്ലാതെ കപ്പൽ ഗതാഗതം അനുവദിക്കില്ല എന്ന ഒരു ഉറപ്പിച്ച നിലപാട് സ്വീകരിക്കുന്നു. അത് ഇറാനുമുള്ള ഈ സാമ്പത്തിക ഉപരോധം ആ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരും എന്ന് അമേരിക്ക പ്രത്യാശിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുമ്പോൾ അതല്ല സംഭവിക്കുക. അത് അതിനേക്കാൾ വലിയ രൂക്ഷമായ സാഹചര്യങ്ങളിലേക്ക് കാര്യത്തെ കൊണ്ടെത്തിക്കും എന്ന ഒരു സൂചനയാണ് ഇറാൻ നൽകുന്നത്. രഞ്ജിത്ത്, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി യുക്രൈനിൽ അടിയന്തര സൈനിക ആവശ്യങ്ങൾക്കായി 6.1 ബില്യൺ യൂറോ, അതായത് $7.15 ബില്യൺ ധനസഹായം നൽകാൻ യൂറോപ്യൻ യൂണിയൻ അംഗീകാരം നൽകി. വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ, വെടിക്കോപ്പുകൾ, റഡാർ ഉപകരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഉക്രൈൻ്റെ സ്വാതന്ത്ര്യദിനത്തിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ ഇക്കാര്യം
പ്രഖ്യാപിക്കുകയും കീവിനുള്ള യൂറോപ്യൻ യൂണിയന്റെ തുടർ പിന്തുണ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. യുക്രൈന്റെ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അചഞ്ചലമായ പിന്തുണ പ്രകടിപ്പിക്കുന്നു. വോണ്ടർ ലെയ്ൻ ഇക്കാര്യം പറയുകയായിരുന്നു. അംഗീകാരം ലഭിച്ച ഈ പുതിയ ധനസഹായം വഴി യുക്രൈൻ അടിയന്തരമായ ആവശ്യമുള്ള വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, വെടിക്കോപ്പുകൾ, റഡാറുകൾ എന്നിവ ലഭ്യമാക്കുമെന്നും കൂട്ടിച്ചേർത്തു. യൂറോപ്പ് നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും ഇന്നും നാളെയും എത്ര കാലം വേണ്ടി വന്നാലും കൂടെ നിൽക്കും എന്നുമാണ് പറയുന്നത്. റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു പാക്കേജ് വരുന്നത്. അത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒന്നുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാരം കൂടുന്നു എന്നൊരു പുതിയ വിഷയം കൂടി കടന്നു വരികയാണ്. ഇത്തവണ ശരീരഭാരം വർദ്ധിച്ചതായി ബന്ധപ്പെട്ടാണ് ഡോക്ടർമാരുടെ ചില ആശങ്കകൾ പങ്കുവെക്കപ്പെടുന്നത്. 3 വർഷത്തിനുള്ളിൽ ട്രംപിന്റെ ഭാരം 10.4 കിലോഗ്രാം 28 പൗണ്ട് വർദ്ധിച്ചു. ഇത് ആശങ്കാജനകമാണെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുകയാണ്. ശരീരഭാരം കൂടുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു വിരോധാഭാസമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ ശരീരഭാരത്തെക്കുറിച്ച് ട്രംപ് മുൻപ് പരിഹസിച്ച കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. മുൻ ന്യൂജേഴ്സി ഗവർണർ ക്രിസ് ക്രിസ്റ്റിയുടെ ശരീരഭാരത്തെ അദ്ദേഹം പരിഹസിക്കുകയും നടി റോസി ഓൺ ഡോണലിനെ തടിച്ച പന്നി എന്ന് വിളിക്കുകയും മറ്റും ചെയ്തത് അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായത് മറ്റുമാണ്. ട്രംപിന്റെ ശരീരഭാരം വർദ്ധിച്ചതായി ആദ്യം റിപ്പോർട്ട് ചെയ്ത വാഷിംഗ്ടൺ പോസ്റ്റാണ്. മുൻപത്തേതിനേക്കാൾ തടിച്ച ശരീരപ്രകൃതിയാണ് പ്രസിഡന്റിന്റെ എന്ന് അമേരിക്കൻ മാധ്യമം ആദ്യം നിരീക്ഷിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാരം മെയ് മാസത്തിൽ 238 പൗണ്ടാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 2023 ഓഗസ്റ്റിൽ ജോർജിയയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസിൽ കുറ്റാരോപിതനായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാരം 215 പൗണ്ടായിരുന്നു. അതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും അമിതവണ്ണമുള്ളവരുടെ ഗണത്തിൽപ്പെടുന്നതിൽ നിന്ന് വെറും 1.6 പൗണ്ട് മാത്രം അകലെയാണ് ട്രംപ് എന്ന് മെഡിക്കൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു മുൻപ് ട്രംപിൻ്റെ പലവിധ വിഷയങ്ങൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കൈകളിലെ പാടുകൾ, കണങ്കാലിലെ നീര്, ഡയപ്പറുകൾ ഉപയോഗിക്കുന്നു എന്ന അഭ്യൂഹം, നിർണായകമായ നിമിഷങ്ങളിൽ ഉറങ്ങിപ്പോകുന്നുവെന്ന് തോന്നിപ്പിക്കത്ത വിധമുള്ള മയക്കം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അമിതവണ്ണവുമായി ബന്ധപ്പെട്ടും ട്രംപ് ചർച്ച ചെയ്യപ്പെടുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ക്രെംലിനിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യ റഷ്യ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ പുടിനെ അറിയിച്ച ജയശങ്കർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ സന്ദേശവും കൈമാറി. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ബന്ധങ്ങൾ ജയശങ്കർ എടുത്തു പറയുന്നു. ഇന്ത്യ റഷ്യ അന്തർ സർക്കാർ കമ്മീഷൻ യോഗം ചേർന്നതായും ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ക്രിയാത്മകമായി വിലയിരുത്തലുകൾ ഉണ്ടായെന്നും ജയശങ്കർ പറഞ്ഞു. വ്യാപാരം, ഊർജ്ജം, വളം, ആണവ സഹകരണം എന്നിവയുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ ഉണ്ടായ വളർച്ച എടുത്തു പറഞ്ഞു. ഈ മേഖലകളിലും മറ്റു മേഖലകളിലും സഹകരണം കൂടുതൽ വിപുലീകരിക്കാൻ ഇന്ത്യക്ക് താൽപ്പര്യമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി മോദിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അത് വളരെ പ്രധാനമായും ഉണ്ടാകുമെന്നാണ് മോദിയുടെ പദ്ധതികളും മറ്റും ജയശങ്കർ അറിയിച്ചു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റിനെ കാണുന്നതിനും ബ്രിക്സ് ഉച്ചകോടിക്കായി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും മോദി ആഗ്രഹിക്കുന്നുണ്ട് എന്നും ജയശങ്കർ വ്യക്തമാക്കി. വിവാഹബന്ധം വേർപിരിഞ്ഞ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായിരുന്ന ജീവ ജോസഫും അപർണ തോമസും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഇരുവരും തമ്മിൽ പിരിഞ്ഞ വിവരം ജീവ പങ്കുവച്ചത്. ഓൺ സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും മലയാളി പ്രേക്ഷകർ ഏറെ ആഘോഷിച്ച ദമ്പതികളാണ് ജീവ ജോസഫും അപർണ തോമസും. ഔദ്യോഗികമായി വേർപിരിയുന്നു എന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അപർണയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെ വേർപിരിയൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ ജീവ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച വൈകാരിക കുറിപ്പിലൂടെ ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 11 വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് വിരാമമിടുന്നു എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ജീവ തൻ്റെ ആരാധകരുമായി സംവദിച്ചിരിക്കുന്നത്, കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്കിലും നിങ്ങളോട് നേരിട്ട് പറയാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം എൻ്റെ കരിയറിലും സന്തോഷത്തിലും സങ്കടങ്ങളിലും ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ എൻ്റെ യാത്രയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിത പങ്കാളിയുമായി ഞാൻ പിരിയുകയാണ്. ഞങ്ങൾ രണ്ടുപേരെയും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനാൽ ഞങ്ങൾ നിങ്ങളുടെ അനുവാദത്തോടെ വേർപിരിയുന്നു എന്നാണ് ജീവയുടെ പോസ്റ്റ്.